അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ മുക്കാല്, അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ജോലി അഥവാ പ്രവൃത്തി സംബന്ധിച്ച് കുംഭത്തിൽ ആണല്ലോ ചതുർഗ്രഹ യോഗം, രവി ബുധ ശുക്ര രാഹു യോഗം കുംഭത്തിലാണല്ലോ. അത് കർമ്മസ്ഥാനത്താണ് വരുന്നത്. സ്ഥാനമാറ്റങ്ങളുണ്ടായേക്കാം ഇവർക്ക്. അതുപോലെ തന്നെ ചിലർക്ക് സ്ഥാനക്കയറ്റം ഉദ്ദേശിച്ചിരിക്കുന്നവർക്കത് കിട്ടാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ഇതല്ലാതെ ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങൾ അവരുടെ ജോലി സംബന്ധമായിട്ടോ അവരുടെ സ്ഥാപനത്തിലോ ഒക്കെ ചില കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുന്നതായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ മേലധികാരികളുടെ അതുപോലെ സബോർഡിനേറ്റ്സിൻ്റെ ഒക്കെ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ധനപരമായിട്ട് ശമ്പളം അതുപോലെ സ്ഥിര വരുമാനം അതൊക്കെ ക്രമമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഭാവിയിലേക്ക് ചില നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയവുമാണ്. ആരോഗ്യപരമായിട്ട് തൊണ്ട സംബന്ധിച്ച് അഥവാ കഴുത്ത് സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകും. തൈറോയ്ഡ് മറ്റുമൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ചില കുടുംബത്തേക്ക് സന്തോഷമുണ്ടാകുന്ന അഥവാ എല്ലാവർക്കും അഭിമാനിക്കത്തക്ക വിധമുള്ള ചില നേട്ടങ്ങളോ സംഭവങ്ങളോ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴാഴ്ച ദിവസം ഗുരുവിൻ്റെ മന്ത്രം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക മുതലായിട്ട് അവിടെ യഥാശക്തി വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ സാത്വികമായിട്ടുള്ള രീതിയിൽ ഉള്ള വാക്ക് പ്രയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ പ്രവൃത്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്.